നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് ഒരു സുപ്രധാന വിധി കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അതായത് ഡോക്ടർ വന്ദനാദാസ്, നമുക്കറിയാം 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മദ്യപിച്ച് മതോന്മത്തനായി ദേഹമാസകലം മുറിഞ്ഞ ഒരു മനുഷ്യനെ പോലീസിന്റെ സഹായത്തോടെ ഓടനാവട്ടം ചെറുകരക്കോണത്തുനിന്ന് കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. അന്ന് ഡ്യൂട്ടിയിൽ പ്രത്യേകിച്ച് ഡോക്ടർമാരുണ്ടാകാതിരിക്കെ അന്ന് അഡീഷണൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ഇദ്ദേഹത്തിന് മനോനിലയിലുണ്ടായ വ്യത്യാസം കൊണ്ടാവാം, അല്ലെങ്കിൽ ഓവറായി മദ്യപിച്ചതുകൊണ്ട് ആ ഡോക്ടറെ 27 കുത്തുകൾ കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ കൊലപാതകത്തിന്റെ ശിക്ഷാവിധി ഇന്നാണ് നടന്നത് കൊല്ലത്ത്. അത് കോടതി അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പറയുന്ന സന്ദീപ് കൊട്ടാരക്കര ഓടനാവട്ടത്തുകാരനാണ്. ഒരു അധ്യാപകനായിരുന്നു. വലിയ മദ്യപാനിയായി തന്റെ ജീവിതത്തിൽ ഡി അഡിക്ഷന് വേണ്ടി 2-3 പ്രാവശ്യം പോയിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലൂടെ ഒരു കുടുംബത്തിനെ അനാഥമാക്കിയിരിക്കുക. അവിടെ യഥാർത്ഥത്തിൽ സന്ദീപിന്റെ പ്രവൃത്തി കൊണ്ട് അനാഥമായത് സന്ദീപിന്റെ കുടുംബവും സന്ദീപിന്റെ മക്കൾ ഉൾപ്പെടുന്നതും അതോടൊപ്പം തന്നെ അമ്മയും സഹോദരനും എല്ലാവർക്കും ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയുടെ സമയമായിരുന്നു. അങ്ങനെ സന്ദീപിലൂടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ഡോക്ടറായ സ്വപ്നങ്ങൾ നടത്തിയ വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കപ്പെട്ട വലിയ ഒരു സംഭവത്തിന്റെ വിധി പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷന്റെ എല്ലാവിധമായ ഭാഗങ്ങളും വളരെ ക്ലിയറായി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. എന്നാൽ മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വിധി ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ കോടതിക്ക് കഴിയാത്തതിന്റെ കാരണം ഇതിന്റെ ഒരു ഇന്റൻഷൻ ഇല്ലായിരുന്നു. അങ്ങനെ വന്ദനാദാസിനെ കൊല്ലണമെന്നുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മാനസിക നിലയിലുണ്ടായ വ്യത്യാസം കൊണ്ടായിരിക്കണം അത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. അന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ അവിടെ ഇന്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് മരണത്തിന് അങ്ങനെ ഒരു ഗൂഢാലോചനയോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ പർപ്പസ്ഫുൾ ആയി കൊല്ലാനുള്ള സാഹചര്യമില്ല എന്നൊരു കാരണം കൊണ്ടാണ് അത് ജീവപര്യന്തത്തിലേക്ക് പോയത്. ഏകദേശം 33 വർഷത്തിൽ ഇപ്പൊ ഈ 3 വർഷം കഴിഞ്ഞാൽ 30 വർഷവും പ്ലസ് ജീവപര്യന്തം അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോടതി വിധി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ആ വകുപ്പ് IPC 302, അതുപോലെ തന്നെ 353, 324, 326, 342, 332 വകുപ്പ്, 333 വകുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ പ്രകാരം കൊലപാതകം, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ജീവനക്കാരിയെ ഗവൺമെന്റ് എംപ്ലോയീസിനെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുക, അതോടൊപ്പം തന്നെ മാരകായുധം വെച്ച് കുത്തുക, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കേസുകൾ 10 വർഷം 10 വർഷം കഴിഞ്ഞാൽ 30 വർഷവും പിന്നെ ഈ പറയുന്ന ജീവപര്യന്തമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. 1 ലക്ഷം രൂപ ഫൈനും അടയ്ക്കേണ്ടി വരുന്നു. ഇങ്ങനെയാണ് ആ വിധി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധി, ഞാനിപ്പോഴും അതിന് ഈ പറയുന്ന സിസ്റ്റത്തെ ഈ പറയുന്ന ഒരാളെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റത്തിന്റെ തകരാറുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ അളവ് വളരെ കുറവാണ്. ഡോക്ടേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം വൈകിട്ട് സമയത്ത്. അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ ലഭിക്കാതിരിക്കുന്ന ഒരു ആശുപത്രിയുടെ മോശാവസ്ഥയെ അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അന്നുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസ് സഹായം അവിടെ ഉണ്ടായിരുന്നില്ല.
അതോടൊപ്പം ഈ പറയുന്ന സന്ദീപിനോടൊപ്പം വന്നിരുന്ന പോലീസുകാർ നിഷ്ക്രിയമായി പ്രവർത്തിച്ചു എന്നുള്ളത് ആ മരണത്തിന്റെ കാരണമാണ്. അങ്ങനെ കുറെ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഭയപ്പെടേണ്ടതായ കാര്യമാണ്. കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, കൊട്ടാരക്കര എന്ന് പറഞ്ഞ അടൂർ ട്രിവാൻഡ്രം പറയുന്ന ഈ റോഡ്, MC റോഡ്, വളരെയേറെ ട്രോമ കേസസ് വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടാവുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. അവിടെ ഈ രാത്രിയിൽ നൈറ്റ് ടൈമിലുള്ള ഡോക്ടേഴ്സിന്റെ സർവീസ് അനിവാര്യമാണ്. അത് കൃത്യമായി ലഭിക്കേണ്ട, ചികിത്സ ലഭിക്കേണ്ട സമയവുമാണ്. അത്തരത്തിലുള്ള ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിരുന്നെങ്കിൽ അന്ന് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സിസ്റ്റത്തിന്റെ തകർച്ച, ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി, അതോടൊപ്പം തന്നെ പോലീസ് വിങ്ങും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ പ്രശ്നം വരില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ മദ്യപാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആ ഒരു ഫാമിലി തന്നെ, സന്ദീപിന്റെ പ്രശ്നം അമിതമായ മദ്യപാനം. ഒരു വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളൊക്കെ ഭയങ്കരമായ രീതിയിൽ മദ്യത്തിന് അഡിക്റ്റ് ആകുന്ന തരത്തിലുള്ള സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് എന്നുള്ളത് വേറൊരു വിഷയമായി വരുന്നു. അതോടൊപ്പം തന്നെ ഈ സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം ഈ മാനസിക നിലയിൽ ഉണ്ടാകുന്ന പ്രശ്നം അവനുണ്ട്, അല്ലെ ഒരു ഹലൂസിനേഷന്റെ ഒരു പ്രശ്നം അവനുണ്ട്, ഡി അഡിക്ഷന്റെ, ഇതൊക്കെ വെച്ചോണ്ട് ഇയാൾ ഈ 2.5 വർഷക്കാലം ജയിലിൽ താമസിക്കുമ്പോൾ, അതായത് അവിടെ ഒരു ഗുണം, പോലീസിന്റെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ അന്നുണ്ടായത്, ഇദ്ദേഹത്തിന് മെന്റൽ ഇഷ്യൂസ് ഇല്ല എന്ന് തെളിയിക്കാൻ പോലീസ് അന്ന് ആ ഇഷ്യൂസ് നടന്നതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കി അദ്ദേഹം അത്തരത്തിൽ ഒരു മൈൻഡ് ഡിസോർഡർ ആയിട്ടുള്ള ഒരാളല്ല എന്ന് വരുത്തി തീർത്തതും ഒക്കെ ഈ കേസിന് ഗുണകരമായി തീർന്നു. പ്രോസിക്യൂഷൻ വളരെ കൃത്യമായിരുന്നു, പോലീസിന്റെ അന്വേഷണം കൃത്യമായിരുന്നു, എവിഡൻസ് എല്ലാം ക്ലിയർ ആയിരുന്നു, ക്യാമറകളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ IT പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയതൊക്കെ ഒരാശങ്കയ്ക്ക് വകയില്ലാത്ത രീതിയിൽ ജഡ്ജ്മെന്റ് നടത്തുന്നതിന് സഹായിച്ചു എന്നുള്ളതും, അതിനൊക്കെ പോലീസിന്റെ അനിവാര്യമായ പ്രവർത്തനവും ഇടപെടലും ഒക്കെ വളരെയേറെ ഇതിനെ സഹായിച്ചു. പക്ഷെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞ് അനുഭവിച്ച ആ അവസാന സമയത്ത് ആ വേദന കൊണ്ട് പെടയേണ്ട ആ മാനസിക അവസ്ഥയും ഒക്കെ ഓർക്കുമ്പോൾ അവർ പറയുന്ന അവസ്ഥയിൽ ഇവന് ഇതേപോലെയുള്ള ഒരു മരണം അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കണമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ മാതാപിതാക്കൾ അവകാശപ്പെട്ടത്. നമ്മൾ അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയം നമുക്ക് നാളുകളിൽ നമുക്കും സംഭവിക്കാം എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനകത്തുനിന്ന് സമൂഹം മനസ്സിലാക്കേണ്ടത് ചില വിഷയങ്ങളുണ്ട്. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇദ്ദേഹത്തിന് ഒരു മൈൻഡ് റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് ലൈബ്രറിയിൽ പോയി സൈക്കോളജിക്കൽ എഫക്ട് ചെയ്യുന്ന, അതായത് ഇത്തരത്തിലുള്ള ഒരു സൈക്കോ ആയ ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നുള്ള തരത്തിലുള്ള പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇയാൾ വായിച്ച് പ്രിപ്പയർ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ പ്രോസിക്യൂഷന് ഇതെല്ലാം കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കേസിന്റെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിനനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കാൻ കാരണമായതും അതുകൊണ്ടാണ്. പിന്നെ സമൂഹത്തോട് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ ആശുപത്രികളൊന്നും അത്രമാത്രം സുരക്ഷിതമല്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അധ്യാപകരായിട്ടുള്ളവരുടെ വലിയ മദ്യപാന ശീലങ്ങളെയൊക്കെ കൃത്യമായ രീതിയിലുള്ള DE ഓഫീസിലൊക്കെ ഉള്ള മോണിറ്ററിങ് ഇത്തരത്തിലുള്ളത് ശക്തമായി വരണം. അവർ മാതൃകാപരമായ അവസ്ഥയിൽ ഉണ്ടാകേണ്ടവരാണ് എന്ന ചിന്ത നമുക്ക് അതൊക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കും അധ്യാപകരും കുട്ടികളും ഒരേപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകപ്പെടണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടേഴ്സിന്റെ സെക്യൂരിറ്റിയും അല്ലെങ്കിൽ ആതുര സേവന രംഗത്ത് നിൽക്കുന്നവരുടെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്രിയ മറന്നുവെക്കുന്ന സംസ്കാരമുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അത് അത്തരത്തിലുള്ള വിഷയങ്ങളും നമ്മൾ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ ഒന്നായി മാറേണ്ടതാണ്. ഇത് അപ്പൊ ഒരു ചോദ്യം ചോദിക്കുക, ഇത് യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തല്ല സന്ദീപ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആ ഒരു വ്യക്തി മാത്രമാണോ ഇതിന് കുറ്റക്കാരൻ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. 100% പറയുന്നു സന്ദീപ് മാത്രമല്ല കുറ്റക്കാരൻ. ഈ സിസ്റ്റത്തിന് വളരെയേറെ പ്രാധാന്യം ഇവിടെയുണ്ട്. ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടർ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ആ പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങി മാറിയത് ഒരു പ്രശ്നമായിരുന്നു. സെക്യൂരിറ്റി കൃത്യമായി ഇല്ലാഞ്ഞത് ഒരു പ്രശ്നമായിരുന്നു. നഴ്സസ്, അസിസ്റ്റൻസിന്റെ കാര്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട്, അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ കുറ്റം മാത്രമല്ല, ഇതൊരു സിസ്റ്റത്തിന്റെ തകർച്ചയായിരുന്നു വന്ദന കൊലക്കേസിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. അതുകൊണ്ട് എനിക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഇത്രയുമാണ്. ഇതൊരു കൊലപാതകം മാത്രമല്ല,
ഇത് ഈ ആതുര സംവിധാനത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഒരു പരീക്ഷണ സെന്റർ കൂടിയാണ്, ഒരു എക്സ്പെരിമെന്റൽ ഒരു ലാബ് കൂടിയായിരുന്നു അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇനി മേലാൽ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ മിക്ക ദിവസങ്ങളിലും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാത്രി സമയത്തൊക്കെ താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് പല മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അവിടെ പോകേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റവും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ശക്തമാണെന്ന്. പക്ഷെ ഡോക്ടേഴ്സിന്റെ അഭാവം അവിടെ വളരെ വലുതാണ്. അതോടെ സിസ്റ്റം കൃത്യമായി മാറുമ്പോൾ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നുള്ളതാണ്. എന്നാലും സന്ദീപിന്റെ, അതായത് ഡോക്ടർ വന്ദനയുടെ മരണം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അവിടെ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ എന്നും ഓർക്കത്തക്ക രീതിയിൽ ആ ബ്ലോക്കിന് ഡോക്ടർ വന്ദന ബ്ലോക്ക് എന്നൊക്കെ ഇട്ടിരിക്കുന്നുവെങ്കിലും അതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ അവയർനെസിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരത്തിലൊരു മരണം നടന്നു എന്നുള്ളത്. അത് ആ മരണം നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിരിക്കണം. മറിച്ച് ഇത്തരത്തിലുള്ള മരണങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് മിസ്റ്റേക്ക് വരാതിരിക്കാനും ഈ ആതുര സേവന രംഗത്ത് വളരെയേറെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നുമൊക്കെ ഞാൻ ഇതേപോലെ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ കൃത്യമായ രീതിയിലുള്ള പോലീസിന്റെ ഇടപെടലും അന്വേഷണവും പ്രോസിക്യൂഷൻ ഭാഗത്തുണ്ടായ കൃത്യമായ ഇടപെടലുകളൊക്കെ അദ്ദേഹത്തിന് വലിയ താമസം ഇദ്ദേഹത്തിന് ഇത് കേസ് വിധി പറയുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഇടപെടലുകൾ ഈ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. അത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കേണ്ടതും ആവശ്യമാണ്. അതിനുള്ള മുൻകരുതലുകളാണ്. പ്രശ്നം വന്നിട്ട് പരിഹാരം തേടി പോകുന്നതല്ല. പ്രശ്നങ്ങൾക്ക് അതിനു മുമ്പ് വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിന്റെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ അവരുടെ നഷ്ടം അവരുടേതായ നഷ്ടം മാത്രമാണ്. അപ്പോ സന്ദീപ് എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ നമ്മൾ കണ്ടു, ജയിലിലൊക്കെ അടുക്കം ചിട്ടയോടുകൂടി താമസിക്കുന്നു വരുമ്പോഴത്തേക്ക് അയാൾ ഒത്തിരി മാറി. അപ്പം മനുഷ്യ ജീവിതത്തിൽ ഈ ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത്? ഡി അഡിക്ഷൻ സെന്ററുകൾ ജയിലുകൾക്ക് സമമാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അന്നേ ഡി അഡിക്ഷന് പോയിരുന്നെങ്കിൽ ഇയാൾക്ക് ഈ ഒരു കൊലപാതകം പോലും നടക്കില്ലായിരുന്നു. ശരിയായ രീതിയിലുള്ള ചികിത്സയും ശരിയായ രീതിയിലുള്ള അവബോധവും, അതായത് അവയർനെസ്സും ഒക്കെ സമൂഹത്തിൽ കൊടുക്കുവാൻ കഴിയണം. ഈ മരണങ്ങൾ ഓരോന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. കോടതി വിധിയിൽ, അതായത് അവരുടെ മാതാപിതാക്കൾ ഇനി ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്, അപ്പീൽ പോകുന്നുണ്ട്. അവർക്ക് അദ്ദേഹത്തിന്റെ വധശിക്ഷ വിധി കൽപ്പിക്കണം. പക്ഷേ കോടതിക്ക് ചില സാഹചര്യങ്ങളുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകം എന്ന് ഇതിനെ പറയാൻ കഴിയാത്തത് അത് അതിനകത്തൊരു ഇന്റൻഷൻസ് കൃത്യമായി ഇല്ലാഞ്ഞത് കൊണ്ടാണ്. അവിടെ വന്നപ്പോഴുണ്ടായ സർക്കംസ്റ്റാൻസിലായുള്ള വിഷയങ്ങളായതുകൊണ്ടായിരിക്കാം എന്നല്ല, അതാണ് അതിന്റെ റീസൺ. ഓക്കെ. അപ്പം ഇതിന്റെ പിന്നിൽ കോടതി, പോലീസ് എല്ലാവർക്കും അതിൻ്റെതായ അത് കൃത്യസമയത്ത് തന്നെ നടപടി സ്വീകരിച്ചതും ആ രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കിയതുമൊക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിന്റെയും അതിൽ പിന്നിൽ പ്രവർത്തിച്ചവരുടെയും വലിയ പ്രവർത്തനമാണ്. എല്ലാവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. പക്ഷേ കുടുംബത്തിന് നീതി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും അവർ അപ്പീൽ പോകുന്നതിനുമൊക്കെ നമ്മൾ പ്രോസിക്യൂഷനുമായിട്ട് അവർ ആലോചിച്ച് മുന്നോട്ട് പോകുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.